Hello everyone. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് കമ്പ്യൂട്ടേഷണൽ ഫിസിക്സിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു. അതിൽ നമ്മൾ ഐഗൻ വാല്യൂസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഐഗൻ വാല്യൂസ് നമ്മൾ പണ്ട് കണ്ടുപിടിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചാണ്. പക്ഷേ ഇവിടെ നമ്മൾ കമ്പ്യൂട്ടേഷനിൽ പവർ മെത്തേഡും ജക്കോബി മെത്തേഡും ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതിൽ നമ്മൾ പവർ മെത്തേഡ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജക്കോബി മെത്തേഡാണ്. എന്താണ് ജക്കോബി മെത്തേഡ്? ജക്കോബി മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഗൺ വാല്യൂസ് ജക്കോബി മെത്തേഡിൽ സോൾവ് ചെയ്യുവാണെങ്കിൽ അവിടെ ആക്ച്വലി ആ മെട്രിക്സ് റിയൽ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കണം. അതാണ് മെയിൻ കണ്ടീഷൻ. റിയൽ സിമെട്രിക് മെട്രിക്സ് അല്ലെങ്കിൽ നമുക്ക് ജക്കോബി മെത്തേഡിൽ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താണ് സിമെട്രിക് മെട്രിക്സ്? റിയൽ സിമെട്രിക് മെട്രിക്സിൻ്റെ കണ്ടീഷൻ എല്ലാവർക്കും അറിയാം. എന്താണ്? A = A ട്രാൻസ്പോസ്. നമ്മൾ കിട്ടുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഗിവൺ മെട്രിക്സും ആ മെട്രിക്സും സെയിം ആണെങ്കിൽ അതിനെന്താ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ സിമെട്രിക് മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഐട്രേഷൻ മെത്തേഡ്സ് അതിന് ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡയഗണലൈസേഷൻ എന്ന് പറയും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജക്കോബി ഐഗൺ വാല്യൂസ് ആൻഡ് ഐട്രേറ്റീവ് മെത്തേഡ് ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടർ ഓഫ് എ റിയൽ സിമെട്രിക് മെട്രിക്സ്. മെയിനായിട്ട് ഓർക്കുക, ജക്കോബി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. റിയൽ സിമെട്രിക് ആൻഡ് ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. ഇനി നമുക്ക് സ്റ്റെപ്സ് എങ്ങനെയാണ് ഐഗൺ വാല്യൂസ് ജക്കോബി മെത്തേഡ്സിൽ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, കൺസിഡർ എ റിയൽ സിമെട്രിക് മെട്രിക്സ് വിച്ച് ഈസ് ടു ബി ഡയഗണലൈസ്ഡ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം നമുക്ക് തന്ന മെട്രിക്സ് സിമെട്രിക് ആണോ അല്ലയോ. സിമെട്രിക് ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്യണം? A ട്രാൻസ്പോസ് = A ചെയ്താൽ മതി. ദെൻ സെക്കൻഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ മെട്രിക്സിൻ്റെ ലാർജസ്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ് എന്താണ്. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് നമുക്കറിയാം. ഡയഗണൽ അല്ലാത്ത എലമെൻറ്റ്സിൽ 3/3 ആണെങ്കിൽ ആ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്ത ബാക്കി ഏതിലാണ് ലാർജസ്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ് കണ്ടുപിടിക്കാം മെട്രിക്സിൻ്റെ. ദെൻ മൂന്നാമത് നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടണം. അതൊന്നും ഒരു റിലേഷൻ ഉണ്ട്. tan 2θ = 2aij/aii - ajj. ഇതിൽ aij റെപ്രസെൻ്റ് ചെയ്യണത് ലാർജസ്റ്റ് ഓഫ് ഡയഗണൽ എലമെൻ്റ് ആണ്. ദെൻ നമ്മൾ അത് കഴിഞ്ഞ് തീറ്റ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മളൊരു ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. ദെൻ അതിൽ നിന്ന് നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് S1 ആണെന്ന് കൺസിഡർ ചെയ്യുക. ദെൻ അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് റൊട്ടേഷൻ കമ്മ്യൂട്ട് ചെയ്യുക. അപ്പോൾ D1 = S1 ഇൻവേഴ്സ് A S1. നമുക്കറിയാം ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആണെങ്കിൽ എന്ത് ചെയ്താൽ A ട്രാൻസ്പോസ് = I എന്ന് എഴുതാം. അതിൽ A ട്രാൻസ്പോസ് എന്തിന് ഈക്വലാണ്? A ഇൻവേഴ്സിന് ഈക്വലാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. S1 ഇൻവേഴ്സ് S1 ട്രാൻസ്പോസ് A S1 ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് റൊട്ടേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ടൈമിൽ അടുത്ത ഓർത്തോഗണൽ മെട്രിക്സ് ചെയ്യുക, രണ്ടാമത്തെ റൊട്ടേഷൻ കണ്ടുപിടിക്കാം. പിന്നെ ഈ പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ വരെ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആവണം. നമ്മൾ പണ്ട് ഡയഗണലൈസേഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ സെമിസ്റ്റർ 1. അവിടെ എങ്ങനെയാണ് മെട്രിക്സിൽ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം വാല്യൂസ് ഉണ്ടാവും, ബാക്കിയെല്ലാം 0 ആവുന്ന രീതിയിലാണ് നമ്മൾ ഡയഗണലൈസ് ചെയ്ത് ഐഗൺ വാല്യൂ എടുക്കുന്നത്. അത് നമ്മൾ A - λI വെച്ച് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ച് ഐഗൺ വെക്ടർ കണ്ടുപിടിച്ചാൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടേഷണൽ ഐട്രേഷൻ മെത്തേഡിൽ നമ്മൾ ഐട്രേറ്റ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് മീൻസ് ആ മെട്രിക്സ് എന്താവണം? ഡയഗണലിൽ മാത്രം വാല്യൂസ് ഉണ്ടാവണം, ഓഫ് ഡയഗണൽസ് ഒക്കെ 0 ആവണം. അങ്ങനെ ആവുന്ന വരെ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ കിട്ടുന്ന ആ ഡയഗണൽ എലമെൻറ്റ്സ് ആണ് നമുക്ക് എന്തിന് ഈക്വൽ ആയിരിക്കും? ഐഗൺ വാല്യൂസിന് ഈക്വൽ ആയിരിക്കും. ഇതിപ്പോൾ ഈ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത്തിരിയും കൂടി മനസ്സിലാകും എങ്ങനെ എന്തൊക്കെയാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ്. ജസ്റ്റ് നമ്മൾ ആദ്യം സിമെട്രിക് ആണോ നോക്കുക, ദെൻ ലാർജസ്റ്റ് ഓഫ് ഡയഗണൽ നോക്കുക, ദെൻ തീറ്റ കണ്ടുപിടിക്കുക, ദെൻ ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക, അതിൽ നിന്ന് റൊട്ടേഷൻ കണ്ടുപിടിക്കുക, ദെൻ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അൺടിൽ എങ്ങനെയാണ് ഡയഗണൽ എലമെൻറ്റ്സിൽ മാത്രം വാല്യൂസ് ഉണ്ടാവണം, ഓഫ് ഡയഗണൽസ് ഒക്കെ 0 ആവണം. ആ ഡയഗണൽ എലമെൻറ്റ്സ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യും? ഐഗൺ വാല്യൂവിന് റെപ്രസെൻ്റ് ചെയ്യാം മെട്രിക്സിൻ്റെ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ഓൾ ദ ഐഗൺ വാല്യൂസ് ആൻഡ് കറസ്പോണ്ടിങ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് ദ മെട്രിക്സ്. ഒരു മെട്രിക്സ് 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സും നമ്മൾ ജക്കോബി മെത്തേഡ്സിൽ കണ്ടുപിടിക്കണം.
ഫസ്റ്റ് തന്നെ നമുക്കൊരു പ്രോബ്ലം തരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ടത് ആ മെട്രിക്സ് ആദ്യം തന്നെ എടുത്തെഴുതുക. നിങ്ങൾ ഇവിടെ എടുത്തെഴുതിയിട്ടില്ല, ഒന്ന് നിങ്ങൾ എടുത്തെഴുതുക ഇത് ഗിവൺ മെട്രിക്സ് A = എന്ന് പറഞ്ഞാൽ 3/3 മെട്രിക്സ് എഴുതുക. ദെൻ ഫസ്റ്റ് ചെക്ക് ചെയ്യുക ഈ മെട്രിക്സ് സിമെട്രിക് ആണോ അല്ലയോ. സിമെട്രിക് അല്ലേ, നോക്കിക്കേ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഈ ഗിവൺ മെട്രിക്സ് തന്നെയാണ്, സോ സിമെട്രിക് ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇത് ജക്കോബി മെത്തേഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ, ലാർജസ്റ്റ് ഓഫ് ഡയഗണൽ എലമെൻ്റ് എടുക്കണം. നോക്കിക്കേ ഈ മെട്രിക്സിലെ ലാർജസ്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഏതാ, ഇത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. ബാക്കി ഏതാ, 2 അല്ലേ, കാരണം √2ൻ്റെ വാല്യൂ എന്താ 1/1.414. ലാർജസ്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. അതേതാണ് A13ഉം A31ഉം ആണ്, അതാണ് =2 എന്ന് എഴുതി. ഇനി നമ്മളടുത്ത് എന്താ, കാൽക്കുലേറ്റ് തീറ്റ യൂസിങ് ദ റിലേഷൻ. ഇനി നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ എന്താ, tan 2θ = 2aij/ai - ajj. നമ്മളപ്പോൾ ഇവിടെ aijക്ക് നമുക്ക് A13 എടുക്കാം. ദാറ്റ് ഈസ് 2a13/a11 - a33. ഡൗട്ട് ഇല്ലല്ലോ, കാരണം ഐയും ജെയും വെച്ച് നമ്മൾ നോക്കിയാൽ മതി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A13യുടെ വാല്യൂ എന്താ, 2. ദാറ്റ് ഈസ് 2 × 2/1 - 1. അപ്പോൾ എന്താ കിട്ടണേ, 4/0. 4/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺഡിഫൈൻഡ് ആണ്. tan 2θയിൽ അത് അൺഡിഫൈൻഡ് ആയതുകൊണ്ട് നമുക്കതിനെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു ചെയ്താൽ, അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. കണ്ടോ, നമ്മളിങ്ങനെ എഴുതും 4/0 എന്ന് പറയും, അത് അൺഡിഫൈൻഡ് ആണ്, അതിന് നമുക്ക് ഇൻഫിനിറ്റി എന്ന് എഴുതാം. അതിന് നമുക്ക് tan 2θ എന്തായിട്ട് എഴുതാം, π/2 എന്ന് പറഞ്ഞ് എഴുതാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് തീറ്റ എന്തായിട്ട് എഴുതാം, π/4. അപ്പം നമുക്കിവിടെ തീറ്റ π/4 കിട്ടി, അൺഡിഫൈൻഡ് ആയതുകൊണ്ട്. അത് ഇൻഫിനിറ്റി കിട്ടുന്നത് പിന്നെ എവിടെയാണ്, tan π/2ലാണ് പിന്നെ ഇൻഫിനിറ്റി കിട്ടുന്നത്. അതാണ് tan 2θ = tan π/2. therefore 2θ = π/2. therefore θ = π/4 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഡൗട്ടില്ലല്ലോ. അങ്ങനെ നമുക്കിനി ആംഗിൾ കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ, കൺസ്ട്രക്ട് ഓർത്തോഗണൽ മെട്രിക്സ്. ഇനി നമുക്ക് ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. അതിന് നമുക്ക് S1 എന്ന് പേര് കൊടുക്കാം. ഈ ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, ജസ്റ്റ് ഡയഗണൽസിൽ മാത്രം, ഡയഗണൽസ് മീൻസ് ഈ ഡയഗണലും ഈ ഡയഗണൽസിൽ മാത്രം വാല്യൂസ് ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം സീറോസ് ആയിരിക്കും. ഇനി ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ ലാർജസ്റ്റ് ഡയഗണൽ എലമെൻറ്റ് നമ്മൾ എന്താ കൺസിഡർ ചെയ്തിരിക്കണേ, A13 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, കണ്ട, ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് S1ന് നമുക്ക് 1 3 എന്ന് പറഞ്ഞ് കൊടുക്കാം. കാരണം A13 അല്ലേ, ആ 1 3 എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എഴുതാം A11 cos θ ആണ്, A13 - sin θ, A31 sin θ, A33 cos θ. ഈ പ്രോസസ്സ് ഇങ്ങനെ തന്നെ പഠിച്ചോളൂ കേട്ടോ. A11 cos θ എന്ന് എഴുതും, 13 sin θ എന്ന് എഴുതും, 31 sin θ എന്ന് എഴുതും, 33 cos θ എന്ന് എഴുതും. ദെൻ നമ്മൾ ഇതൊരു 3/3 മെട്രിക്സിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. A11ൻ്റെ അവിടെ ഇട്ടു, A13യുടെ അവിടെ ഇട്ടു, A31ൻ്റെ അവിടെ ഇട്ടു, A33യുടെ അവിടെ ഇട്ടു. പിന്നെ ഞാൻ പറഞ്ഞു ഡയഗണൽ എലമെൻറ്റ്സിൽ മാത്രം വാല്യൂസ് ഉണ്ടാവും, അവിടെ ഒരു 1 ഇട്ട് ബാക്കി എല്ലായിടത്തും 0 ഇട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കണോട്ട് എല്ലാവരും. ഒന്നുമില്ല, ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആ മെട്രിക്സിൻ്റെ ലാർജസ്റ്റ് ഡയഗണൽ എലമെൻറ്റ് വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യണം. എന്നിട്ട് ഈ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ തീറ്റ അല്ലേ കിടക്കണത്, കോസ് തീറ്റ എന്നൊക്കെ പറഞ്ഞ്, ആ തീറ്റയുടെ അവിടെ നമ്മൾ ഫസ്റ്റ് എന്ത് വാല്യൂ ഇട്ട് കൊടുക്കും, π/4. അതാണ് π/4 സബ്സ്റ്റിറ്റ്യൂട്ട്. നമുക്കറിയാം cos 45 എന്താ, യൂഷ്വലി 1/√2 ആണെന്നറിയാം. അങ്ങനെ ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് S1 കൺസ്ട്രക്ട് ചെയ്തു.
ഇനി അടുത്തത് എന്താ, ഫസ്റ്റ് റൊട്ടേഷൻ കണ്ടുപിടിക്കണം. ഫസ്റ്റ് റൊട്ടേഷൻ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇക്വേഷൻ d1 = S1 ഇൻവേഴ്സ് AS1. അതിന് നമുക്ക് വേണമെങ്കിൽ ഇത് S1 ട്രാൻസ്പോസ് AS1 എന്ന് എഴുതാം. കാരണം ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത്, കാരണം ഓർത്തോഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ പ്രത്യേകം നമുക്കറിയാം. A ട്രാൻസ്പോസ് = I ആണ്. സോ A ട്രാൻസ്പോസ് = A ഇൻവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ D = S1 ഇൻവേഴ്സ്. അതിന് നമുക്ക് എന്ത് ചെയ്താൽ, ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു, ദെൻ മെട്രിക്സ് D1 മെട്രിക്സ് എഴുതുക, ദെൻ ഈ സെയിം മെട്രിക്സ് എഴുതുക, ദെൻ ഇത് ആദ്യം ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുക, ആ കിട്ടുന്ന വാല്യൂവിന് ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 320 -1. ഫസ്റ്റ് റൊട്ടേഷൻ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ഇതാണ്. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ ഐട്രേഷൻ? കാരണം എന്താ, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്, നമുക്ക് എന്താ കിട്ടേണ്ടത്, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് മെട്രിക്സാണ് കിട്ടേണ്ടത്, ഇവിടെ മാത്രം ഡയഗണൽസിൽ മാത്രം വാല്യൂസ് വരണം, ബാക്കിയെല്ലാം എന്താവണം, 0 ആണ്. ഇവിടെ നോക്കി ഇത് രണ്ടും 0 ആകാനുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതാണ് ആസ് എ സെക്കൻഡ് സ്റ്റെപ്പിൽ. ഇനി നമ്മൾ ലാർജസ്റ്റ് ഡയഗണൽ എലമെൻറ്റ് കൺസിഡർ ചെയ്യണത് ഇവിടെയാണ്, ഈ മെട്രിക്സ്. ആദ്യം നമ്മൾ ഗിവൺ മെട്രിക്സിൽ ചെയ്തു, ദെൻ അതിന് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചു, ദെൻ ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു, ഫസ്റ്റ് റൊട്ടേഷൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഫസ്റ്റ് റൊട്ടേഷൻ മെട്രിക്സ് എന്തായി, അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം വാല്യൂസ് വന്നില്ല, ബാക്കിയെല്ലാം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഒന്നും 0 ആവാണ്ട് വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ സെക്കൻഡ് ഐട്രേഷൻ മെത്തേഡ് ചെയ്യുക. എന്താ സെക്കൻഡ് ഐട്രേഷൻ മെത്തേഡിൽ നമ്മളിവിടെ ലാർജസ്റ്റ് ഡയഗണൽ എലമെൻ്റ് എടുക്കും, ഓഫ് ഡയഗണൽ എലമെൻ്റ് എടുക്കും. ഏതാണ്, ഇതെടുക്കാൻ പറ്റില്ല, 2 അല്ലേ, ഏതൊക്കെ A1 D1 2. ഇവിടെ നമ്മൾ D1 എന്നല്ലേ പേര് കൊടുത്തിരുന്നത് ഈ മെട്രിക്സിന്. അതാണ് ഇവിടെ ഓഫ് ഡയഗണൽ എലമെൻറ്റ് ഓഫ് D1 ഈസ് ഫോൺ ടു ബി D12 = D21 = 2. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ, കാരണം ബാക്കിയൊക്കെ -1 ആണ്, 0. അതിനേക്കാൾ ഏറ്റവും വലുത് എന്തായാലും 2 ആണ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ആംഗിൾ കണ്ടുപിടിക്കും. ദാറ്റ്സ് tan 2θ, tan ഉണ്ട് കേട്ടോ, tan 2θ = 2D12/D11 - D22. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെയിം പോലെ നമുക്കിവിടെ അൺഡിഫൈൻഡ് കിട്ടും. അൺഡിഫൈൻഡ് ഇൻഫിനിറ്റി വരുന്ന എവിടെയാണ്, tan π/2 സോ tan 2θ = tan π/2. അതിൽ tan വെട്ടുമ്പോൾ എന്ത് വരും, 2θ = π/2, therefore θ = π/4 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഓർത്തോഗണൽ മെട്രിക്സ് D1ൻ്റെ കറസ്പോണ്ടിങ് ഉള്ള സെക്കൻഡ് റൊട്ടേഷൻ ഓർത്തോഗണൽ മെട്രിക്സ് കൺസിഡർ ചെയ്യണം. എങ്ങനെ ഓർത്തോഗണൽ മെട്രിക്സ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പഠിപ്പിച്ചത്, ഇതിൽ ഫസ്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ് എന്താ, D12 ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൊട്ടേഷൻ ഓഫ് ഡയഗണൽ ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. എങ്ങനെയാണ്, S2 = 1 2. അത് നമുക്ക് എങ്ങനെ എഴുതാം, A11 cos θ എന്ന് എഴുതാം, A12 -sin θ എന്ന് എഴുതാം, A22 cos θ എന്ന് എഴുതാം, A21 sin θ. നമ്മൾ നേരത്തെ ഇവിടെ എഴുതി അതേപോലെ തന്നെ. എന്നിട്ട് അതുപോലെ മെട്രിക്സ് എഴുതി, നമുക്കറിയാം ഡയഗണൽ എലമെൻറ്റ്സിൽ വാല്യൂ വേണം, അവിടെ 1 കൊടുത്തു, ദെൻ ഇവിടെ എന്ത് കൊടുത്തു, ബാക്കി എല്ലായിടത്തും 0s കൊടുത്തു. അങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു സെക്കൻഡ് റൊട്ടേഷൻ. ദെൻ അതിൽ θക്ക് π/4 കൊടുത്തു, വാല്യൂ ചെയ്തു. ദെൻ എന്ത് ചെയ്യുക, അതിനെ സെക്കൻഡ് റൊട്ടേഷൻ ചെയ്യുക. ദാറ്റ് ഈസ് D2 = S2 ഇൻവേഴ്സ് D1. ഇവിടെ D1 ആണ് വരുന്നത്, അത് ഉദ്ദേശിക്കണം, D1 S2. എന്നിട്ട് അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. നോർമലി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് നോക്കിക്കേ, ഓഫ് ഡയഗണൽസ് ഒക്കെ 0 കണ്ടാണ്, ഡയഗണലിൽ മാത്രം വാല്യൂ ഉള്ളൂ. അതാണ് വിച്ച് ടേൺ ടു ബി എ ഡയഗണൽ മെട്രിക്സ്. വി സ്റ്റോപ്പ് ദ കമ്മ്യൂട്ടേഷൻ. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. സോ ഫ്രം ഇക്വേഷൻ 4 ദ ഐഗൺ വാല്യൂ ഓഫ് ദ ഗിവൺ മെട്രിക്സ് എന്താ, 5 1 -1. അപ്പോൾ 3 ഐഗൺ വാല്യൂസ് ഉണ്ട് 3/3 മെട്രിക്സിൻ്റെ. ഇതിൻ്റെ ഐഗൺ വെക്റ്റർ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഐഗൺ വെക്റ്റേഴ്സ് ആർ ദ കോളം വെക്റ്റേഴ്സ് ഓഫ് എസ്. എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ 2 ഓർത്തോഗണൽ മെട്രിക്സ് കിട്ടിയില്ലേ, S1 S2, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗിവൺ മെട്രിക്സ് ആയിരിക്കും ഐഗൺ വെക്റ്റർ. അപ്പോൾ S = S1
S2 ഇത് കിട്ടും. ഇതൊരു ഐഗൺ വെക്റ്റർ, ഇതൊരു ഐഗൺ വെക്റ്റർ, ഇതൊരു ഐഗൺ വെക്റ്റർ. ഇത്രേ ഉള്ളൂ പ്രോബ്ലം. ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്, മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. എന്താ നമുക്കൊരു പ്രോബ്ലം ജേക്കോബി മെത്തേഡിൽ നമുക്ക് ഐഗൺ വാല്യൂ ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ ആ മെട്രിക്സ് സിമെട്രിക് ആണോ നോക്കുക. ദെൻ എന്ത് ചെയ്യുക, അതിൽ ലാർജസ്റ്റ് ഓഫ് ഡയഗണൽ എലമെൻ്റ് എഴുതുക. ദെൻ അതിൽ നിന്ന് തീറ്റ കണ്ടുപിടിക്കുക. ദെൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം ഓർത്തോഗണൽ മെട്രിക്സ്. അതിന് S1 ആണ്. ഈ ടേംസ് പഠിക്കണം കേട്ടോ. S1 D1 അതൊക്കെ തെറ്റരുത്. S1 കൺസ്ട്രക്ട് ചെയ്യുക. കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ലാർജസ്റ്റ് ഓഫ് ഡയഗണൽ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ആ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ആ ഒരു പ്രൊസീജിയർ തെറ്റാണ്ട് എഴുതണം. ദെൻ എന്താ ഡയഗണൽസിലൊക്കെ 1 കൊടുക്കണം, അവിടെ അതേഴ്സിലൊക്കെ 0 കൊടുക്കണം. ദെൻ അവിടെ നമ്മൾ തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതും. ദെൻ നമ്മൾ ഫസ്റ്റ് റൊട്ടേഷൻ കണ്ടുപിടിക്കും. ഫസ്റ്റ് റൊട്ടേഷൻ്റെ ഇക്വേഷൻ എന്താ, D1 = S1 ഇൻവേഴ്സ് A S1. കാരണം ഈ ഇക്വേഷനൊക്കെ പഠിച്ചിരിക്കണം, ഈ ടേംസൊക്കെ. ഇല്ലെങ്കിൽ ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്ത് തെറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിൽ മാത്രം വാല്യൂ വന്നില്ല, ഓഫ് ഡയഗണലും എല്ലായിടത്തും വാല്യൂസ് വന്നുകൊണ്ട് നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിലത്തെ ലാർജസ്റ്റ് ഡയഗണൽ എലമെൻ്റ് എടുക്കും. ദെൻ അവിടെ നിന്ന് തീറ്റ കണ്ടുപിടിക്കും. ദെൻ കൺസ്ട്രക്ട് ചെയ്യും. നോക്കിക്കേ, അപ്പോൾ ഇവിടെ എന്ത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ S2 ആവും. ശ്രദ്ധിക്കണം, S2 ആവും. ദെൻ സെക്കൻഡ് റൊട്ടേഷൻ ആകുമ്പോൾ എന്തൊരു D2 ആവും. D2 S2 ഇൻവേഴ്സ് D1 S2. ദെൻ അത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ഇവിടെ മാത്രം വാല്യൂസ്, ബാക്കി എല്ലായിടത്തും സീറോസ്. ദെൻ അതിൽ നമ്മൾ ഐഗൺ വാല്യൂസ് കണ്ടുപിടിച്ചു. ഐഗൺ വെക്റ്റർ എന്താണ്, മൾട്ടിപ്ലൈ ചെയ്യണം കോളം വെക്റ്റേഴ്സ് ആരൊക്കെ തമ്മിൽ, 2 ഓർത്തോഗണൽ മെട്രിക്സ് S1 S2. അങ്ങനെ ആ കിട്ടുന്ന ഇതാണ് ഐഗൺ വെക്റ്റർ. 3 ഐഗൺ വാല്യൂസ് ഉള്ളതുകൊണ്ട് 3 ഐഗൺ വെക്റ്റേഴ്സ് ഉണ്ടാവും. നമുക്കറിയുന്ന സംഭവമാണ്. ഇനി നോക്കാം. ഇനി ഇൻ കേസ് ഇവിടെ അത് കിട്ടിയില്ല എന്ന് കരുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ലാർജസ്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഓഫ് ഡയഗണൽ എലമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്തോരും D21 അങ്ങനെ പറഞ്ഞ് നമ്മൾ എഴുതും. ലാർജസ്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റിൽ കണ്ടുപിടിച്ചതായിരിക്കും tan 2θ ഇക്വേഷൻ എഴുതി തീറ്റ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഓർത്തോഗണൽ മെട്രിക്സ് ആയ പുതിയ S3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് റൊട്ടേഷൻ എങ്ങനെ എഴുതാം, D3 = S3 ഇൻവേഴ്സ് D2 S3 അങ്ങനെ വരും കേട്ടോ. അങ്ങനെ പ്രോസസ്സ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അപ്പോൾ ആ മെട്രിക്സ് കിട്ടിയെന്ന് കരുതിക്കുക. അപ്പോൾ നമുക്ക് കോളം വെക്റ്റർ എങ്ങനെ എഴുതാം, S1 ഡോട്ട് S2 ഡോട്ട് S3 എന്ന് പറഞ്ഞ് എഴുതേണ്ടി വരും. ഇതിൻ്റെ പ്രോബ്ലംസ് കുറച്ച് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് കോളേജിൽ വരുമ്പോൾ ഞാൻ ഓരോന്ന് അയച്ചു തരാം, ചെയ്ത് നോക്കുക. ഇത്രയും പറഞ്ഞ ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക കേട്ടോ. താങ്ക് യു.